السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായ അൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 ദിനങ്ങളിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുകയാണ്. അവസാനത്തെ 10മായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അവസാനത്തെ 10 ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായത്? ഒന്ന്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി, അല്ലെങ്കിൽ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാത്രി എന്ന് പറയപ്പെടുന്ന രാത്രി, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി, അത് ഈ അവസാനത്തെ 10ലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, 1000 മാസത്തെക്കാൾ പുണ്യം എന്ന് പറയുമ്പോൾ 83 കൊല്ലവും 4 മാസവും നാം അമൽ ചെയ്തതിന്റെ അത്ര പുണ്യം, അതിനേക്കാളേറെ പുണ്യം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 20 ദിവസങ്ങളെക്കാൾ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ഉത്സാഹിക്കുകയും രാത്രി ഉറക്കമൊഴിക്കുകയും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുകയും തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല, ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിർ വൽതമിസൂഹാ ഫീ കുല്ലി വിത്രിൻ, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ 10ൽ അന്വേഷിക്കണം, അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവസാനത്തെ 10ൽ ആളുകൾ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല, പൊതുവെ 20 ആകുമ്പോഴേക്ക് ആളുകൾ തളർന്നു, നോമ്പ് നോറ്റ് ഇനി വയ്യ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന രൂപത്തിലേക്ക് ആളുകൾ ഉത്സാഹമില്ലാത്തവരായി മാറാൻ സാധ്യതയുണ്ട്. അവിടെ റസൂൽ പ്രത്യേകം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് എന്തായിരുന്നു? യജ്തഹിദു, അദ്ദേഹം കൂടുതൽ ഉത്സാഹിക്കുമായിരുന്നു ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10ൽ. മാത്രമല്ല, ശദ്ദ മിസ്റഹു, അദ്ദേഹത്തിന് അരയുടുപ്പ് മുറുക്കിയുടുക്കും. ഈ അരയുടുപ്പ് മുറുക്കിയുടുക്കുക എന്നതിനെ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാര്യാഭർത്തൃബന്ധം ഒഴിവാക്കും. കാരണം എഴുത്തിക്കാഫിലായിരിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പോലും വീട്ടിൽ പോകില്ല, ഭാര്യാഭർത്തൃബന്ധം ഉണ്ടാവില്ല. അങ്ങനെ സംയോഗം നടന്നാൽ എഴുത്തിക്കാഫ് ബാത്തിലായി, പിന്നെ എഴുത്തിക്കാഫ് മടക്കി ചെയ്യണം, പുനരാരംഭിക്കണം എന്ന് സഹാബികളിൽ നിന്ന് തന്നെ അഖ്വാലുകൾ വന്നിട്ടുണ്ട്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ എഴുത്തിക്കാഫിലായിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ സംസർഗം പാടില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിലേക്ക് മുറിഞ്ഞിരിക്കുന്ന എഴുത്തിക്കാഫിലായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു സംശയം, ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് അന്ന് ഖുർആൻ ഇറങ്ങിയ ഒരു രാത്രി, അത് കഴിഞ്ഞു പോയില്ലേ, പിന്നെന്താ അത് കൊല്ലം ഇങ്ങനെ മടങ്ങി വരുമോ, കൊല്ലം അതിനെ കാത്തിരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില ഇഷ്കാലുകളാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അന്വേഷിക്കുവീൻ എന്ന് പറഞ്ഞു. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിക്കാൻ വേണ്ടി പറയോ? അതൊക്കെ എനിക്ക് ഖുർആൻ ഇറങ്ങിയ രാത്രി അന്ന് കഴിഞ്ഞുപോയി, അത് ഖലാസ് എന്നല്ലല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. മാത്രല്ല, ലൈലത്തുൽ ഖദറിനാണ് ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞ ഇന്നാ അൻസൽന, നാം അതിനെ ഇറക്കി എന്ന് മാളിയായിട്ട് ഭൂതകാല പ്രയോഗമാണ്. പക്ഷെ അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിടത്തൊക്കെ ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്ന പ്രയോഗമാണുള്ളത്. തനസ്സലുൽ മലായികത്തു, കണ്ടോ? സൂറത്തുൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ പഠിച്ചിട്ടില്ലേ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ മിൻ കുല്ലി അംദിൻ സലാം. അന്ന് മലക്കുകളും പ്രത്യേകിച്ച് ജിബ്രീലും ഭൂമിയിലേക്ക് പ്രത്യേകം ഇറങ്ങി വരും. അപ്പൊ തനസ്സലത്തിൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നല്ല, ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ്.
അതുപോലെ സൂറത്ത് ദുഖാനിൽ ലൈലത്തുൽ മുബാറക്കയെ കുറിച്ച് പറഞ്ഞപ്പോ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ശക്തിമത്തായ ബലവത്തായ അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഓർഡറുകൾ അന്ന് മലക്കുകൾക്ക് വിവരിച്ചു നൽകപ്പെടും. വിവരിച്ചു കഴിഞ്ഞു എന്നല്ല, എല്ലാ കൊല്ലവും ഒരു ലൈലത്തുൽ ഖദർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെ ഇവിടെ ഭൂമിയിൽ അള്ളാഹു നടപ്പിലാക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അതിനേൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കും. അതിൽ മഴ വർഷിക്കുന്ന കാര്യമുണ്ട്, ആളുകൾ ജീവിപ്പിക്കുന്ന കാര്യമുണ്ട്, മരിപ്പിക്കുന്ന കാര്യമുണ്ട്, ആളുകളുടെ റിസ്കിന്റെ കാര്യമുണ്ട്. അതൊക്കെ അള്ളാഹ് നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ തീരുമാനിപ്പിക്കപ്പെട്ട കാര്യം ഒരു കൊല്ലത്തേക്കുള്ളത് പ്രത്യേകിച്ച് അവർക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും വിവരിച്ചു കൊടുക്കുന്ന രാത്രിയാകുന്നു ലൈലത്തുൽ ഖദർ. അവിടെയും യുഫ്റഖു വിവരിച്ചു കൊടുക്കപ്പെടും എന്നാണ് ഭാവികാല പ്രയോഗമായിട്ടാണ്, അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കുന്നു, കൊല്ലം കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളെ ആളുകളൊക്കെ വിചാരം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് ഖുർആൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു രാത്രിയാണ്, അതിനു മുമ്പ് ലൈലത്തുൽ ഖദർ ഇല്ല, അതോടെ കഴിയുകയും ചെയ്തു എന്നാ. ഇത് ഒരു വമ്പൻ തെറ്റിദ്ധാരണയാണ്. ലൈലത്തുൽ ഖദർ എന്ന രാത്രി അത് പണ്ടേ ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിനും ഖുർആൻ ഇറങ്ങുന്നതിനും ഒക്കെ മുമ്പേ എന്തുണ്ട്? ലൈലത്തുൽ ഖദർ ഉണ്ട്. ലൈലത്തുൽ ഖദറിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു രാത്രിയെ അള്ളാഹു ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. എന്നിട്ട് ഖുർആൻ ഇറങ്ങി തുടങ്ങി കുറെ കാലം കഴിഞ്ഞിട്ട് റസൂലിനോട് പറയാണ്, മുഹമ്മദേ, മഹത്തായ ആ രാത്രിയാണ് ഖുർആന്റെ അവതരണത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. ആദ്യമായി ഖുർആൻ ഇറങ്ങിയ ജിബ്രീൽ വന്ന് ഹിറാ ഗുഹയിൽ റസൂൽ ഇഖ്റ ബിസ്മി ഓതിക്കൊടുത്ത ആ ഒരൊറ്റ രാത്രിക്കുള്ള പേരല്ലേ അത് എന്ന് ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ചില ആളുകൾ പറയും 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 കൊല്ലം കൊണ്ട് വിവിധ സന്ദർഭങ്ങളിലായിട്ടാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. പിന്നെന്താ ലൈലത്തുൽ ഖദറിൽ ഇറക്കി, ലൈലത്തുൽ ഖദറിൽ ഇറക്കി, അന്ന് ആ കുറച്ച് ആയത്തല്ലേ ഇറങ്ങിയിട്ടുള്ളൂ, ഇഖ്റ ബിസ്മിയിലെ മാലമ്യാലം വരെ. ഇത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. എന്താണ് അവിടെ ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്നതിന്റെ ഉദ്ദേശം? തഫ്സീറുകളിൽ സഹാബികൾ മുതൽക്കുള്ളവരെ ഖൗലുകൾ നമുക്ക് കാണാം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും, അതാണ് ഉമ്മുൽ കിതാബ്, വേദത്തിന്റെ മൂലം എന്ന് പറയുന്നത് ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഖുർആൻ ഒന്നായി ഒറ്റയടിക്ക് ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറക്കി, മുഴുവനായിട്ടും അന്നിറക്കി. പിന്നെ അവിടുന്ന് ഖണ്ഡശയായി കുറേശ്ശെയായിട്ട് സാന്ദർഭോചിതം റസൂലിന് ഇറക്കി കൊടുത്തു. അപ്പൊ ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം ഇറക്കാൻ തുടങ്ങിയത് അന്നാണ്. ഹിറാ ഗുഹയിൽ റസൂലുള്ള 40-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുത്തല്ലോ, അതാണ് സ്റ്റാർട്ടിങ്. ഖുർആൻ ഇറങ്ങുന്നതിന്റെ ബിദായത്ത്, തുടക്കം. ആ തുടക്കം എന്ന നിലക്ക് ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് രണ്ടും സഹാബികളും താബികളും പെട്ട ആളുകളിൽ കൗലുകൾ വന്നിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പര വിരുദ്ധല്ല, ആണോ? ലൗഹുൽ മഹ്ഫൂദ് ഒന്നായിട്ട് ഭൂമിയുടെ അടുത്ത ആകാശത്തേക്ക് ഇറക്കി, പിന്നെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോ ആ ഒന്നിച്ചിറക്കിയതും പിന്നെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ഒരേ രാത്രിയാണ്. അവിടെ ലൈലത്തുൽ ഖദറിൽ ഇറക്കിയെന്ന് മൊത്തം ഇറക്കിയെന്ന് പറഞ്ഞതിനും അർത്ഥമുണ്ട്, ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞതിലും. അത് രണ്ടും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമില്ല. പിന്നെ ഈ ആയുസിന്റെ റിസ്കിന്റെ ഒക്കെ കാര്യം നമ്മളാളുകൾ ശഅബാൻ 15 മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? അന്നാണ് ആയുസിന്റെ കാര്യത്തിന് 3 യാസീൻ, റിസ്കിന്റെ കാര്യത്തിന് 3 യാസീൻ അല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ യാസീൻ ഓതാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. മാത്രല്ല ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന് പറയുന്നത് ശഅബാൻ 15 അല്ല, പിന്നെയോ റമളാനിലുള്ള ലൈലത്തുൽ ഖദറാണ്. പിന്നെ എങ്ങനെയാ തെറ്റിദ്ധാരണ വന്നത്? പിൽക്കാലത്തുള്ള ഒരാളുടെ കൗല് ആളുകൾ പിടിച്ചു. അതായത് സൂറത്തു ദുഖാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറക്കായ ഒരു രാത്രിയിലാണ് നാം അതിനിറക്കിയത് എന്ന് സൂറത്തു ദുഖാനിൽ പറഞ്ഞു. സൂറത്തുൽ ഖദറിൽ എന്ത് പറഞ്ഞു? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. അപ്പൊ ലൈലത്തുൽ ഖദർ വേറെ, ലൈലത്തുൽ മുബാറക വേറെ. ലൈലത്തുൽ മുബാറക ശഅബാൻ 15 ആണ്, ലൈലത്തുൽ ഖദർ റമദാനിലാണ്.
യഥാർത്ഥത്തിൽ രണ്ടും ഒരു രാത്രിയുടെ പേരാണ്. മനസ്സിലായില്ലേ? ആ തെറ്റിദ്ധാരണയാണ് ശഅബാൻ 15 കുറിച്ച് തെറ്റിദ്ധാരണ. പിന്നെ അത് സംബന്ധമായിട്ട് പിൽക്കാലത്ത് ശഅബാൻ 15 100 റക്അത്ത് നിസ്കാരം പലതും 3-4 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ലൈലത്തുൽ ഖദറിൽ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും അന്ന് വിവരിക്കപ്പെടും, വേർതിരിച്ച് വിവരിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇബ്നു കസീർ വായിക്കാം. യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലൽ കതബതി അംറുസ്സന, ലൗഹിൽ മഹ്ഫൂളിൽ നിന്നും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് ഒരു കൊല്ലത്തെ കാര്യങ്ങൾ വിവരിച്ചു നൽകപ്പെടും. വമാ യകൂനു ഫിഹാ, ആ കൊല്ലത്തിൽ ഉണ്ടാകാനിരിക്കുന്ന മിനൽ ആജാൽ, അവധികൾ. ഓരോരുത്തർക്ക് നിശ്ചയിച്ച അവധി ഉണ്ടാവും അല്ലെ? ശഅബാൻ 30 മമ്മൂട്ടി മരിക്കും, റബീഉൽ ആഖിർ 12 കുഞ്ഞാമിനെ മരിക്കും. അതൊക്കെ അള്ളാഹു നേരെ തീരുമാനിച്ച കാര്യമാണ്. അത് അതേറ്റ് ബന്ധപ്പെട്ട മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കപ്പെടും. വൽ അർസാഖ്, റിസ്കുകൾ, ആർക്കൊക്കെ എത്ര റിസ്ക് ഈ വർഷത്തിൽ കിട്ടും, അതും. വമാ യകൂനു ഫിഹാ ഇലാ ആഖിരി, ആ കാലത്തുണ്ടാകുന്ന മറ്റു പല കാര്യങ്ങളും. അതാണ് ഹക്കദാ റുവിയൻ ഇബ്നു ഉമർ വ അബി മാലിക് വ മുജാഹിദ് വല്ലഹാഖ് വഗൈരി വാഹിദിൻ മിനസ് സലഫ്. തഫ്സീറിന്റെ ഇമാമുകളായ സഹാബികളും താബികളെയും പേരായി പറഞ്ഞ് അവരിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുതൽ ലഹാഖ് വരെയുള്ള തഫ്സീറിന്റെ മുതഖദ്ദിമീങ്ങളായ ഇമാമുകളിൽ നിന്ന് ഇപ്രകാരം റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലേ സലഫുകളുടെ തഫ്സീർ? ഈ അസറുകളൊക്കെ സനദ് സഹിതം തൊബരി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് വഉനിയ ബിഖൗലിഹി ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം ഫീ ഹാദിഹി ലൈലത്തിൽ മുബാറകതി യുഖ്ലാ വയുഫസ്സലു കുല്ലു അംരിൻ അഹ്കമഹുല്ലാഹ്. ഈ അനുഗ്രഹീത രാത്രിയിലാണ് തീരുമാനിക്കപ്പെടുന്നതും വിവരിച്ചു കൊടുക്കപ്പെടുന്നതും അള്ളാഹു മാറ്റത്തിരുത്തലില്ലാത്ത വിധം ബലവത്താക്കിയ കാര്യങ്ങൾ. ഫീ തിൽക സനതി, ആ കൊല്ലത്തിലേത്, ഇലാ മിസ്ലിഹ സനത്തിൽ ഉഖ്റ, അടുത്ത കൊല്ലം ഇതേപോലുള്ള ഒരു രാത്രി വരെയുള്ളത് എന്നാണ്. ഈ ലൈലത്തുൽ ഖദർ മുതൽ ആ ലൈലത്തുൽ ഖദർ വരെയുള്ളത്. ഇവിടെ ലൈലത്തുൽ ഖദറിനെ നമ്മളാളുകൾ ഇപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആനേറ്റ് ബന്ധപ്പെടുത്തിയിട്ടാ മുഴുവൻ പറയുന്നത്. ഖുർആന്റെ വെളിച്ചം എന്നിട്ടൊരു പരിഭാഷ, ഒരു സുല്ലമി ഇറക്കിയിട്ടുണ്ട്. അത് മുഹമ്മദ് അബ്ദുവിന്റെ പിഴച്ച തഫ്സീറാണ് അദ്ദേഹം അതിൽ അവലംബിച്ചത്. മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ അദ്ദേഹം എന്താക്കി, ഈ പറഞ്ഞതൊക്കെ വിട്ടിട്ട് ഖുർആനുമായിട്ട് മാത്രം ഇതിനെ ബന്ധപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീമിന് അർത്ഥം കൊടുത്താലോ, ഖുർആനിന്റെ ഇറക്കത്തിന് ശേഷമാണ് നല്ലതും ചീത്തയും വിവരിക്കാൻ തുടങ്ങിയത്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ തനസ്സലുൽ മലായികത്തു വറൂഹു, അന്ന് മലക്കും ജിബ്രീലും ഇറങ്ങും എന്ന് പറഞ്ഞാലോ, മലക്കുകൾ ഖുർആനുമായി ഇറങ്ങാൻ തുടങ്ങിയത് ആ രാത്രിയിലാണ്. അതും ഖുർആനായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അന്ന് സമാധാനായിരിക്കും എന്ന് പറഞ്ഞതോ, അത് ഖുർആൻ സമാധാനവും രക്ഷയുമാണ്. ഒക്കെ ഖുർആനായിട്ട് ബന്ധപ്പെടുത്തി. യഥാർത്ഥത്തിൽ അത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ളതായി പ്രത്യേകതയൊക്കെ. മലക്കുകൾ ഇറങ്ങും, ജിബ്രീൽ ഇറങ്ങും, കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കും. ഇതൊക്കെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുകയും ചെയ്യും. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് മുതൽക്കാ ലൈലത്തുൽ ഖദർ എന്ന രാത്രി തന്നെ ഉണ്ടായത്, അതിന്റെ പ്രത്യേകത മുഴുവനും ഖുർആനുമായി ബന്ധപ്പെട്ടതാണെന്ന ഭീമമായ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ ലൈലത്തുൽ ഖദർ എന്ന പേര് തന്നെ ഉണ്ടാകാൻ കാരണം ഈ തഖ്ദീറാണ്, ഈ ക്രമീകരണം, ഈ നിർണയിക്കൽ അന്ന് നടക്കുന്നത് കൊണ്ടാണ്. തഫ്സീർ റൂഹുൽ മആനിയിൽ ആലൂസി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, വമഅനാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ തഖ്ദീർ. ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ നിർണയിക്കുന്ന രാത്രി, ക്രമീകരിക്കുന്ന രാത്രി എന്നാണ് അർത്ഥം. സുമ്മിയത് ബിദാലിക, അങ്ങനെ പേര് വെക്കാൻ കാരണം ലിമാ റുവിയ ഇബ്നു അബ്ബാസിൻ വഗൈരിഹി, തഫ്സീറുകളുടെ മുഫസ്സിറുൽ മുമ്പന്തിയിലുള്ള ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിന് തഫ്സീർ പഠിപ്പിക്കണേ എന്ന് റസൂൽ തലയിൽ കൈവച്ച് ദുആ ചെയ്ത മനുഷ്യനാ. അതുകൊണ്ട് അദ്ദേഹത്തിന് തഫ്സീറിന് എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അദ്ദേഹവും അതല്ലാത്തവരിൽ നിന്നും റിവായത്ത് വന്നിട്ടുണ്ട്. എന്ത്? അന്നഹു യുഖദ്ദറു ഫീഹാ വയുഖ്ലാ മാ യകൂനു ഫീ തിൽക സനതി, അന്ന് നിർണയിച്ചു നൽകപ്പെടുന്നു, വിവരിച്ചു കൊടുക്കപ്പെടുന്നു, തീരുമാനിച്ചു പറഞ്ഞു കൊടുക്കുന്നു, തീരുമാനം പറഞ്ഞു കൊടുക്കുന്നു. ആ കൊല്ലത്തെ മിൻ മതരിൻ, മഴ, വരിസ്കിൻ, ഭക്ഷണം അല്ലെങ്കിൽ ഉപജീവനം, വയഹ്യായിൻ, മരിപ്പിക്കൽ, വഇമാതത്തിൻ, ഇഹ്യായിൻ, ജീവിപ്പിക്കൽ, വഇമാതത്തിൻ, മരിപ്പിക്കൽ, ഇലസനത്തിൽ ഖാബില, തൊട്ടടുത്ത കൊല്ലം വരെ.
കണ്ടോ? അപ്പൊ ഇങ്ങനെ റിവായത്ത് വന്നതുകൊണ്ട് അവിടെ ലൈലത്തുൽ ഖദ്റിനർത്ഥം ലൈലത്തു തഖ്ദീർ എന്നാണ്. വൽ മുറാദു ഇൽഹാറു തഖ്ദീരിഹി തആല ലിൽ മലായിക. ഇവിടെ തീരുമാനിക്കപ്പെടുക അല്ലെങ്കിൽ നിർണയിക്കുക എന്നൊക്കെ പറയുമ്പോ ഓരോ കൊല്ലത്തതും അന്നാന്ന് അള്ളാഹു അതാത് കൊല്ലം അള്ളാഹ് തീരുമാനിക്കുന്നതാണോ എന്ന് തോന്നേണ്ടതില്ല. അള്ളാഹുവിന്റെ തീരുമാനം മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. അൽ മഅ്മൂരീന ബിൽ ഹവാദിസിൽ കൗനിയ, പ്രപഞ്ചത്തിലെ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഇപ്പൊ മഴ പെയ്യിക്കാൻ ഏൽപ്പിച്ച മലക്കുണ്ട്, കാറ്റിന്റെ കാര്യം ഏൽപ്പിച്ച മലക്കുണ്ട്, ജീവനെ പിടിക്കാൻ ഏൽപ്പിച്ച മലക്കുൽ മൗത്തുണ്ട്, അതിന് സഹായികളായി വേറെയും മലക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് അള്ളാഹ് അവന്റെ നേരത്തെയുള്ള തഖ്ദീർ, അള്ളാഹുടെ നേരത്തെയുള്ള തീരുമാനം വെളിവാക്കി കൊടുക്കുന്നു. എന്നാൽ അതല്ലെങ്കിൽ പിന്നെ അള്ളാന്റെ തഖ്ദീർ അത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ആരൊക്കെ എപ്പം മരിക്കും അത് പണ്ടേ രേഖപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ അത് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കൽ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളാളുകൾ എന്താക്കി, ലൈലത്തുൽ ഖദ്ർ എന്ന ഖുർആൻ ഇറങ്ങിന്റെ ഒരു വാർഷിക അനുസ്മരണം മാത്രം. ഇപ്പൊ ആഗസ്റ്റ് 15 പോലെ, റിപ്പബ്ലിക് ഡേ ഒക്കെ പോലെ 1945 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ എല്ലാ കൊല്ലം വരുമ്പോഴൊന്ന് മുട്ടായി കൊടുത്ത് ആഘോഷിക്കുക എന്നതുപോലെ ഖുർആൻ ഇറങ്ങിയ രാത്രി ഇങ്ങനെ അതിനെ അനുസ്മരിക്കൽ മാത്രമാണ്. അങ്ങനെ ലൈലത്തുൽ ഖദ്റിനെ ആളുകൾ മനസ്സിലാക്കി. എന്നാൽ അങ്ങനെയല്ല, ലൈലത്തുൽ ഖദ്ർ പണ്ടേ ഉള്ളതാണ്, എല്ലാ കൊല്ലവും ഉണ്ടായിരിക്കും. അന്നത്തെ കാര്യങ്ങളാണ് സൂറത്തുൽ ഖദ്റിൽ വിവരിച്ചിട്ടുള്ളത്. അത് എല്ലാ കൊല്ലവും സംഭവിക്കുന്നതാണ്. അന്ന് നമ്മുടെ ഇബാദത്ത് ഒത്തുവന്നാൽ നമുക്ക് 1000 മാസത്തെക്കാൾ അമൽ ചെയ്ത പുണ്യം കിട്ടും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ, ലൈലത്തുൽ ഖദ്റിന് ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും രാത്രി നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. അഹ്യാ ലൈലഹു എന്നാ പറഞ്ഞ് റസൂൽ അവസാനത്തെ പത്തിൽ രാത്രി ഉറക്കമൊഴിച്ച് എന്താ ഒരു പുണ്യകർമ്മങ്ങൾ കൊണ്ട് രാത്രിയെ സജീവമാക്കും. ഉറക്കൊഴിക്കുക പറഞ്ഞാൽ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി തറാവി കഴിഞ്ഞിട്ട് ആദ്യം നീ സമൂസ ഒന്നും ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ടാ ഇനിയൊരു കട്ട്ലറ്റ് ഉണ്ടാക്കുക, അങ്ങനെ നേരം വെളുക്കുവോളം പലഹാരം ഉണ്ടാക്കിയ തിന്നുക. അതല്ല രാത്രിയെ സജീവാക്കുക പറഞ്ഞ ഖുർആനോദ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഖുർആനോത്ത്, ദിക്ർ, അതുപോലെ തന്നെ തസ്ബീഹ്, തഹ്ലീല് അങ്ങനെ കഴിച്ചു കൂട്ടലാണ്. അതാണ് രാത്രി. അത് രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കാത്തതിന് അർത്ഥമില്ലെന്നും രാത്രിയുടെ പകുതിയിലധികം അല്ലെങ്കിൽ 2/3 കുറച്ച് ബാക്കി കുറച്ച് മാത്രം ഉറങ്ങുക എന്നാണ് അതിന്റെ അർത്ഥമെന്നും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, സുബഹി വരെ ഒട്ടും ഉറങ്ങാതെ റസൂൽ നിസ്കരിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാത്രി സജീവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനത്തെ 10 കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കേണ്ട സന്ദർഭമാണ്. ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ഈ ഖുനൂത്ത് വളരെ ചുരുങ്ങിയ ഖുനൂത്താ നമ്മളത്. ഹസൻ റളിയല്ലാഹുവിൽ നിന്ന് വന്ന റിവായത്ത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഖുനൂത്ത് ഒരു പൊതു പ്രാർത്ഥനയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ തറാവീഹ് പുനഃസംഘടിപ്പിച്ചപ്പോ ഇമാമീങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുണ്ട്. അതാണ് ഇപ്പൊ ഹറമിലൊക്കെ ദീർഘമായി മുസ്ലിമീങ്ങളെ പൊതു നന്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിന് പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല, അത് ആ സമയത്ത് ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണോ അപ്പോഴത്തെ വിഷയം അതനുസരിച്ച് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ചോദ്യങ്ങൾ വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ ആമീൻ പറയേണ്ടത്. അല്ലാഹുമ്മ ഹ്ദിനാ, അവിടെ ചോദ്യമുണ്ട്, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ, ഫീമൻ ഹദൈത്, അപ്പൊ ആമീൻ. അത് അതേ സമയത്ത് തബാറക്ത റബ്ബനാ വ തആലൈത്, അത് നീ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു, നീ ഉന്നതനായിരിക്കുന്നു, അതിൽ ചോദ്യമല്ല. ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക്, നീ വിധിക്കുന്നു, നിനക്കതിൽ വിധിക്കപ്പെടുന്നില്ല, അവിടെയും ആമീനില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ചോദ്യം വരുന്നിടത്താണ് ആമീൻ പറയേണ്ടത് എന്ന്. പിന്നെ അവസാനം സ്വലാത്തുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹബി അജ്മഈൻ എന്ന് പറഞ്ഞിട്ടാണ് ഖുനൂത്ത് അവസാനിപ്പിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ തറാവീഹിന്റെ കാര്യത്തില് ഇപ്പോ ഓരോരുത്തർക്ക് ഇപ്പൊ ഇനി 11 നിസ്കരിച്ചു, ഇവിടെ ഇത്തിക്കാഫിരിക്കുക, ഇനിയിപ്പോ നിസ്കരിക്കാൻ പറ്റൂല റബ്ബേ, ഒരു വിഷമം വേണ്ട. ഈരണ്ടായിട്ട് എത്രയും നിസ്കരിച്ചോ, ഒറ്റ ഇവിടെ കഴിഞ്ഞു എന്നേ ഉള്ളൂ. ഒറ്റ അവസാനത്തെ ഒറ്റയാക്കണം എന്നുള്ളത് നിർബന്ധ കാര്യമൊന്നല്ല. ഒറ്റയാക്കിയതിനു ശേഷം പിന്നെ നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. രാത്രി നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ, രാത്രി നിസ്കാരം ഈരണ്ടാണ്.
അതിന് വൈദാ ഖശ്യ അഹദുക്കും സുബഹ്, നിങ്ങൾ സുബഹി ഭയപ്പെട്ടാൽ അവിടെ വിത്റാക്കിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്ലുസുന്ന, ഇമാം അഹ്മദ് ഒക്കെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര റക്അത്തുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇപ്പൊ ഹറമിലൊക്കെ ആദ്യത്തെ 15 ദിവസം 23 നിസ്കരിക്കും, പിന്നെ 15 കഴിഞ്ഞാൽ പിന്നെ എശാന്റെ ശേഷം 20 അവിടെ വിത്റാക്കൂല, പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് 13, അപ്പൊ എത്രയായി? 33ആയി. എന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഇമാം അഹ്മദ് പറഞ്ഞതുപോലെയാണ് അവിടെ ഇഷ്ടം പോലെ എത്രയും ഈരണ്ടായിട്ട് എത്രയും നിസ്കരിക്കാം. പിന്നെ ചില പള്ളികളിലൊക്കെ പിന്നെ എശാന്റെ ശേഷം നിസ്കരിച്ച് വിത്രാക്കാതെ നിർത്തും, പിന്നീട് തഹജ്ജുദിന്റെ സമയത്ത് പിന്നെ ഒറ്റയാക്കിയിട്ട് ദീർഘമായി നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിക്കുക. എശാന്റെ സുബഹിന്റെ ഇടക്ക് ഏത് സമയത്തും എത്രയും നിസ്കരിക്കുക. നിങ്ങൾ 4 റക്അത്ത് നിസ്കരിച്ചു, ക്ഷീണം തോന്നി, ഒന്ന് കടന്നു, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഉണർന്നു, പിന്നെയും നിസ്കരിച്ചൊരു 8, പിന്നെയും കടന്നു, പിന്നെയും കുറച്ചു നേരം ഇറങ്ങി, പിന്നെയും ഉണർന്നു, ഒക്കെ നിസ്കരിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിസ്കാരമാണിത്. മനസ്സിലായില്ലേ? ആളുകളെ മുമ്പിൽ വെച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ അങ്ങനെയാണ്. അപ്പൊ ചില ആൾ റസൂലുള്ള 11 നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. റസൂല് നിസ്കരിച്ച 11 മതിയാണെങ്കിൽ അങ്ങനെ മതി. റസൂല് 11 നിസ്കരിച്ചിട്ട് കാലില് നീര് കെട്ടിയെന്നാണ് അല്ലേ? നിന്നിട്ടേ അങ്ങനെ ദീർഘമായി ഓതാടി 11 മതി. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ദീർഘമായി നിസ്കരിക്കുന്നവർക്ക് 11 അഫ്ളല്, കുറേശ്ശെ നിസ്കരിക്കുന്നവർക്ക് അവർക്ക് 11 അഫ്ളല്, അവർക്ക് 23 33 എത്രയാണെങ്കിലും നിസ്കരിക്കാം എന്നതാണ്. ഓരോരുത്തരുടെ ഉന്മേഷത്തിനനുസരിച്ച് നിസ്കരിക്കാം എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇമാമിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബികൾ, സലഫുകൾ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ പോലെ നമ്മൾ അൽ ഇസ്ലാഹ് മാസികയിൽ 3ലധികം ലേഖനങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയിരുന്നു. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും തെറ്റു തിരുത്തി മുന്നോട്ടു പോകുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.